ശിവോഹം. ഇന്ന് പറയാൻ പോകുന്നത് ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റിയാൽ, ഈ പറയുന്ന ഒരു ദിവസം വീട്ടിലേക്ക് ഈ 4 സാധനങ്ങൾ കയറ്റിയാൽ മഹാലക്ഷ്മിയുടെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകും. കുടില് കൊട്ടാരമാകും, അല്ലെ വീട് കൊട്ടാരമാകും. ആ വീട്ടിൽ സമ്പത്തൊഴുകും, ഐശ്വര്യം ഒഴുകും. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അനുഭവത്തിൽ നിന്നാണ്. കാരണം ഇത് ചെയ്ത കുടുംബത്തിൽ ഐശ്വര്യങ്ങളുണ്ടായ, ധനമുണ്ടായ, സമൃദ്ധി ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടാണ് പറയുന്നത്. അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യങ്ങളാണ് അത്. നിങ്ങളത് മനസ്സിലാക്കുക. ഏതൊരാളും ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഒരു 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 10 കിലോ അരി പോലും മേടിക്കാൻ നിവൃത്തിയില്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന് വലിയ സാമ്പത്തികത്തിൽ, അതായത് മാസം ഒരു നല്ല തുകയുടെ ചന്തയിൽ പോയി സാധനമൊക്കെ എടുത്ത് ഒരു കുഴപ്പമില്ലാതെ വലിയ സാമ്പത്തികത്തിലേക്ക്, അല്ലെ സമൃദ്ധിയിലേക്ക്, വലിയ നിലയിൽ ജീവിക്കുന്നവരുണ്ട്. ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ഭഗവാന്റെ തൃപ്പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ടാണ്. അത്ര ജീവിതം മാറ്റുന്ന കാര്യമാണ്. നിങ്ങളത് ചെയ്തു നോക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാൻ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം എല്ലാ മെസ്സേജും നോക്കാൻ പറ്റത്തില്ല. ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറ്റുന്ന അത്ര നോക്കും. അത് സമയം അനുസരിച്ച് റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ചില നല്ല കാര്യങ്ങളും ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളും അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് ചെയ്യാവുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. പിന്നെ ഞാൻ ഫ്രീ ആകാറില്ല. മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് തരുന്നത്. അപ്പോൾ ആ ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഡേറ്റിന് ഒരാളുടെ ഒരു പ്രാവശ്യമേ നോക്കത്തുള്ളൂ. അപ്പോൾ അതിന് എന്നാലാകുന്ന ആ വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എവരിത്തിങ്, ഉയർച്ചയ്ക്ക് വേണ്ട എന്നാലാകുന്ന എനിക്ക് ആ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനിലയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും, ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. ശരനൂൽ രഹസ്യങ്ങൾ, ശിവവിദ്യകൾ, ഭദ്രകാളി വിദ്യ എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഞാൻ വിഷയം പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരത്തില്ല. അത് മിക്കവാറും ഫ്രീ ആകാറില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചെയ്തവരുടെ തന്നെ ചെയ്താലും തീരത്തില്ല. അവരുടെ കെയർ ഓഫിൽ വരുന്നത്. അങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് ഞാനിതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഫ്രീ ആകാത്തതിൻ്റെ കാര്യം. അപ്പോൾ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അവരുടെ തന്നെ കുടുംബങ്ങളെ, അല്ലെങ്കിൽ അവരുടെ തന്നെ ബന്ധുക്കാരെ, അത് തന്നെ മാസങ്ങളോളം ചെയ്താലും തീരത്തില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് തീരാത്തതിൻ്റെ കാര്യം. പക്ഷെ ഫ്രീ ആകുമ്പോൾ ഒരു മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് തരും. അതിന് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ചെയ്തു തരും. അപ്പോൾ ഇതാണ് സാഹചര്യം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഇനി വിഷയത്തിലേക്ക് വരാം. ഈ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് പറയാൻ പോകുന്നത് എല്ലാ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ. ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കളിയല്ല ഇത്. ഞാൻ പറയുന്ന ഒരു കാര്യം ചെറിയ കളിയല്ല. ഒരു ശരനൂൽ രഹസ്യമാണേലും ശിവവിദ്യ ആണേലും, ഞാൻ പറയുന്ന ശിവവിദ്യ നിങ്ങൾ ഭഗവാനെ അറിയും. അത്രയും കാര്യങ്ങളെ പറയത്തുള്ളൂ. കാരണം ഞാൻ ആ പരമ്പരയുടെ ഭാഗമാണ്. സത്യസന്ധമായ കാര്യങ്ങളാണ് അത്. നിങ്ങൾ അത്തരം കാര്യങ്ങളെ പറ. അതുപോലെ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന, സമ്പത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ഐശ്വര്യങ്ങൾ വരുന്ന ആ 4 കാര്യങ്ങൾ ചെയ്താൽ 4 കാര്യങ്ങൾ ചെയ്താൽ ആ സാമ്പത്തികം ഉണ്ടാകും. അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട 10-15 മിനിറ്റുകളാണിത്. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം. ഇന്ന് വാട്സപ്പിൽ, അപ്പം എനിക്ക് വാട്സപ്പിൽ ഈ ഒരു മെസ്സേജ് ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, അവരുടെ കൊച്ചുമകൾ UK പഠിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ടില്ല, ഒരു കൊല്ലത്തേക്ക് 23 ലക്ഷം രൂപ ആണ് ചിലവ് വരുന്നതെന്ന് പറഞ്ഞു. ഏതൊരു കോഴ്സൊക്കെയാണ്, എൻ്റെ പേര് പറയുന്നുണ്ട്. എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കത് ഓർക്കുന്നില്ല.
അപ്പോൾ എന്തോ ഒരു കോഴ്സാണ് പഠിക്കുന്നത്. അത് ഒരു വർഷത്തേക്ക് 23 ലക്ഷം രൂപ ആകുന്ന 2 കോഴ്സാണ്. ഇംഗ്ലണ്ടിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പേപ്പറായിട്ട് കിട്ടാനുണ്ട്. കുറേ ട്രൈ ചെയ്തിട്ടും അത് പല പേപ്പറുകളും കിട്ടാനുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എല്ലാ പേപ്പറും കിട്ടി, നല്ല മാർക്കോട് കൂടി പാസ്സായി. ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ ആ മെസ്സേജ് കിടപ്പുണ്ട്. ആ മെസ്സേജൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും കാണാൻ വേണ്ടി. കാരണം വളരെ സന്തോഷമാണ്. കോടി 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 നന്ദി പറയുകയാണ്. ഞാൻ ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. വളരെ സന്തോഷം. നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ വീട്ടിൽ ഈ 4 കാര്യങ്ങൾ, അതിലെ 4 കാര്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ അറിയണം. ഫസ്റ്റ് വൺ, ക്യാഷ്. ചൊവ്വാഴ്ച ദിവസം ഞാനീ പറയുന്ന രീതിയിൽ വീട്ടിൽ പണം സൂക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ചൊവ്വാഴ്ച ദിവസം ഒരു ദിവസത്തേക്കങ്ങ് സൂക്ഷിക്കണം, കുറച്ച് പൈസ ഉള്ളതുപോലെ. ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ വീടിൻ്റെ ഏത് മുറിയാണേലും അതിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, മനസ്സിലായല്ലോ, ഏത് മുറി ആയിക്കോട്ടെ, നിങ്ങളുടെ ഹാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഭാഗത്തുള്ള മുറിയാണേലും, ഇനിയിപ്പം തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള മുറി തന്നെ വേണമെന്നില്ല, ഒരു ഹാളായിട്ടോ അല്ല ഏത് മുറി ആയിക്കോട്ടെ. കാരണം അങ്ങനെ ചെയ്തവർക്ക് അത് ഫലിച്ചു. അതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. ഏത് മുറി ആയിക്കോട്ടെ, ആ മുറിക്ക് 4 മൂല കാണും. അതിൽ തെക്ക് പടിഞ്ഞാറേ മൂല എടുക്കുക. അവിടെ ഒരു അലമാരിയോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്, പണം വെക്കുന്ന ഏതെങ്കിലും ഒരു അലമാരിയോ അല്ലെങ്കിൽ മേശയോ എന്തെങ്കിലും പണം വെക്കാൻ പറ്റിയ ഒരു ഇതവിടെ വയ്ക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾ ഒന്നുകിൽ പച്ചക്കൂടിനകത്ത് അല്ലെങ്കിൽ പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞ്, ഒന്നുകിൽ പച്ചക്കൂട് ഉപയോഗിച്ചവർക്കും ഫലം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പച്ചപ്പട്ട്. ഈ 2 ഏതെങ്കിലും. പച്ചപ്പട്ട് ഇപ്പം നമ്മുടെ അടുത്തുള്ള ജവളിക്കട ചെന്നാൽ ഒരു 1/2 മീറ്റർ മേടിച്ചാൽ മതി. 1 മീറ്റർ പോലും വേണ്ട. ഇനിയിപ്പോൾ 1/2 മീറ്ററായിട്ട് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 മീറ്റർ മേടിച്ചു. പക്ഷെ നമുക്ക് കുറച്ച് മതി. ഈ പച്ചപ്പട്ട് എന്താണെന്നും പറഞ്ഞ് നിങ്ങളിനി ഒന്നും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പച്ചപ്പട്ട്. കണ്ടല്ലോ, ഇതൊന്നും വലിയ വിലയൊന്നുമില്ല. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടോ, ഇതാണ് പച്ചപ്പട്ട്. കേട്ടല്ലോ, ഇതിന് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അനുഭവങ്ങളായി പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതൊന്നും വേറെ ആരും പറഞ്ഞു തരത്തില്ല ഇതുപോലെ. അതുകൊണ്ടാണ് പറഞ്ഞത്, വേണ്ടവർ പ്രയോജനപ്പെടുത്തിക്കോണം. ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ഞാൻ ഭഗവാനിൽ തന്നെ ലയിക്കും. എനിക്കിതൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്തിക്കോണം. അതിനുവേണ്ടി പറഞ്ഞു തരികയാണ്. നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയൊക്കെ അവനവൻ്റെ കർമ്മം പോലെ ഇരിക്കും. എനിക്ക് ആ ഭഗവാനിൽ സങ്കല്പിച്ച് പറഞ്ഞു തരുന്നതാണ്. ആവശ്യക്കാർ ഉപയോഗിച്ചോണം. അപ്പോൾ ഈ പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞ് അല്പം പണം നിങ്ങളുടെ ഉള്ള പോലെ മതി. മനസ്സിലാകുന്നുണ്ടോ? അല്പം പണം നിങ്ങളുടെ അവനവനെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ പണം പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, ഏത് ഹാളിൻ്റെയും ചെയ്യും, ഏത് മുറിയുടെയും ചെയ്യും, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇത് പച്ചപ്പട്ടി പൊതിഞ്ഞ് അല്പം പണം വയ്ക്കുക. ചൊവ്വാഴ്ച ദിവസം അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണം ഉപയോഗിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതെല്ലാം ചൊവ്വാഴ്ചയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ പാസ്ബുക്ക്, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇനി നിങ്ങൾക്ക് FD ഉണ്ട്, FD അല്ലെ പണം എന്തും ആയിക്കോട്ടെ, പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞ് ഇതുപോലെ ഏത് ഹാളാണെങ്കിലും ആ ഹാളിൻ്റെ, അല്ലെ നിങ്ങളുടെ പാസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെ നിങ്ങളുടെ എപ്പോഴും ഉപയോഗിക്കുന്ന പാസ്ബുക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അവിടെ നിന്ന് എടുത്താൽ മതി. എന്തും ആയിക്കോട്ടെ, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞ് ഈ അലമാരിക്കകത്തോ ഒക്കെ സൂക്ഷിക്കാം. ഏത് ഹാളിൻ്റെ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അതിൻ്റെ ഡ്രോ അങ്ങ് പൂട്ടിയേക്കണം. താക്കോൽ നിങ്ങളുടെ ഇരിക്കണം കേട്ടോ. അത് മറ്റുള്ളവർ എടുക്കാത്ത രീതി വെക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അല്ലെങ്കിൽ ഇത് എല്ലാവരും എടുക്കാത്ത രീതി ചെയ്യരുത്. പിന്നെ അത് തുറക്കുകയും ചെയ്യരുത്, അവിടെ ഇരുന്നോട്ടെ. ഇത് പണമാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. അതുവരെ അവിടെ ഇരിക്കട്ടെ പണം. മനസ്സിലാകും. പക്ഷെ ദിവസം ചൊവ്വാഴ്ച ഒരു 100 രൂപയെങ്കിലും അവിടെ വെക്കണം, എല്ലാ ചൊവ്വാഴ്ചയും. ഇതൊന്ന് ചെയ്ത് നോക്കിയേ നിങ്ങൾ. നമ്പർ 1. കാരണം ഞാൻ പറഞ്ഞ ഇത് ചെയ്തവർ അതുപോലെ സാമ്പത്തികം ഉണ്ടാക്കിയവരുണ്ട്. നമ്പർ 2, നിങ്ങൾ വീട്ടിലേക്ക് ചൊവ്വാഴ്ച ഒരു അല്പം നെല്ലിക്ക മേടിക്കുക. ഒരു 1/2 കിലോ 1 കിലോ, അത് നിങ്ങൾക്ക് അച്ചാറിടുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം കിട്ടുന്നതാണ് നെല്ലിക്ക. അത് ചെയ്യുന്നതും നല്ലതാണ്. ചൊവ്വാഴ്ച മേടിക്കണം, വീട്ടിലേക്ക് കയറ്റണം. ചൊവ്വാഴ്ച ദിവസം കുറച്ച് കല്ലുപ്പ്, ഒരു ചെറിയ പാക്കറ്റ്, പൊടിയുപ്പല്ല കല്ലുപ്പ്, അതും വാങ്ങി വീട്ടിലേക്ക് കയറ്റുന്നത് നല്ലതാണ്. പിന്നെ ഒരു
1 കിലോ അരിയോ അല്പം അരി പേരിന് മതി. നിങ്ങളിപ്പോൾ അരി മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും പേരിന് 1 കിലോ അരിയോ 1/2 കിലോ അരിയോ ചൊവ്വാഴ്ചകളിൽ വീട്ടിലേക്ക് കയറ്റുക. ഇനി നിങ്ങളുടെ വീട്ടിലെ ഈ അരി സൂക്ഷിക്കുന്നത് ഇതുപോലെ തെക്ക് പടിഞ്ഞാറ് അടുക്കളയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഇത് അരി സൂക്ഷിക്കുന്ന ഏത് റൂമിൻ്റെ ആയിക്കോട്ടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അരി സൂക്ഷിക്കുക. മഹാലക്ഷ്മിയുടെ വിളയാട്ടം ഉണ്ടാകും. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടിയവർ ഈ പറഞ്ഞ കാര്യം ചെയ്ത് ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിച്ച് ജീവിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയർച്ചയുണ്ടായി. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് പടിപടിയായി ഉയർച്ചയുണ്ടായി. ഞാനീ പറയുന്ന നേരം വലിയ സാമ്പത്തികത്തിലേക്ക് വന്നവരുണ്ട്. ഒരു നിവൃത്തിയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുഭവമായി പറഞ്ഞു തരുന്നത്. അല്ലാതെ ചുമ്മാ ഈ അവിടെ ഇവിടെയും കാണുന്ന കാര്യമോ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കാര്യമോ ഒന്നും ഞാൻ പറയാറില്ല. അത് വേണ്ടവർ പ്രയോജനപ്പെടുത്തിക്കോണം. അതൊക്കെ അവനവൻ്റെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് 100% ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഈശ്വര ഒരാൾക്ക് ഫലം കിട്ടണേ എന്ന പ്രാർത്ഥനയോടെയാണ്. ഇതിൽ കൂടുതൽ വിശദമാക്കി അത് പറയാൻ പറ്റത്തില്ല. ഭഗവാന്റെ പാദങ്ങൾ തൊട്ടുകൊണ്ടായി പറഞ്ഞു തരുന്നത്. അതിനപ്പുറത്ത് യാതൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് കാര്യമുണ്ട്. ചില കാര്യമുണ്ട്. ചുമ്മാ വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. എനിക്കും നിങ്ങൾക്കും അറിയാം. ചുമ്മാ ഒരു കാര്യം പറയുന്നു, അതൊരു യുക്തിയില്ലാത്ത കാര്യം അല്ലെങ്കിൽ അതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ്, അതിൻ്റെ പുറകെ പോകരുത്. ഞാൻ അങ്ങനെയുള്ള കാര്യം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതൊരു അനുഭവമുണ്ടായ കാര്യങ്ങളെ പറഞ്ഞു തരുന്നത് മുഴുവൻ. അപ്പോൾ ഇത് നിങ്ങൾ പണമായിക്കോട്ടെ, അരി ആയിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, നെല്ലിക്ക ആയിക്കോട്ടെ വീട്ടിലേക്ക് കയറ്റി അത് വെക്കുമ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ 3 തവണ ജപിക്കുക. വാഗൊണ്ട് ഓം കൃഷ്ണായ നമ 3 തവണ ജപിക്കുക. ശിവോഹം 3 തവണ ജപിക്കുക. വീണ്ടും ഓം കൃഷ്ണായ നമ 3 തവണ ജപിക്കുക. ഇത്രയും ചെയ്താൽ മതി. മനസ്സിലായല്ലോ? വേറെ ഒന്നും അല്പം ജപിക്കണ്ട. ഇത് ഇപ്പം പണം വെക്കുമ്പോഴായിക്കോട്ടെ, അരി വീട്ടിലേക്ക് കയറി കൊണ്ടുവന്ന് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെക്കുമ്പോഴായിക്കോട്ടെ, വീടിനുള്ളിൽ അല്ല, വീടിനുള്ളിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഏതൊരു ഹാളിനുള്ളിലാണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെക്കുക. ഒരു ഇച്ചിരി നെല്ലിക്ക മേടിച്ച് വെക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇച്ചിരി കല്ലുപ്പ് മേടിച്ച് വെക്കുന്നതായിക്കോട്ടെ, ഏത് ഹാളിൻ്റെയും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെക്കുക. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വയ്ക്കുക. ചൊവ്വാഴ്ച ദിവസം വീട്ടിലേക്ക് കയറ്റുക. ചൊവ്വാഴ്ച ദിവസം ചെയ്യുക. രാവിലെ ഏതൊരാളുടെ വീട്ടിലും മഹാലക്ഷ്മി വിളയാടിയിരിക്കും. ഇത് വലിയ വലിയ സംഭവങ്ങൾ ചെയ്ത് നടക്കാത്ത കാര്യം ഇത് ചെയ്താൽ നടന്നിരിക്കും. നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ ബുദ്ധിമുട്ടുള്ളവർ, അതുപോലെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾ വേണേൽ പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങൾക്കൊരു ചെറിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അതൊരു ചുമന്ന പച്ച കവറിനകത്തോ അല്ലെ പച്ചപ്പാട്ടിനകത്തോ അത് അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അത് ഇതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു അലമാരിയിലോ അല്ലെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ ഡ്രോയിലെ പൂട്ടി വെക്കണം. താക്കോല് നിങ്ങളുടെ ഇരിക്കണം. അത് നിങ്ങൾ സൂക്ഷിച്ചോണം. കാരണം ഇതൊക്കെ ഉത്തരവാദിത്വം ഉള്ള അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തോണം. താക്കോലൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോണം. ഇത് വേറെ ആരും തുറക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഡെപ്പോസിറ്റ് കൂടി വരും. ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്തവർക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഡെപ്പോസിറ്റിൻ്റെ കാര്യം പോട്ടെ, പണം വെച്ച് നോക്കിക്കേ. അതായത് 100 രൂപ 200 രൂപ വെച്ചവർ പിന്നെ അത് നല്ല രീതിയിൽ പണം വർദ്ധിച്ചു വന്ന് അവർ പിന്നെ അത് സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടായ അനുഭവങ്ങളുണ്ട്. അത് നന്നായിട്ട് ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നല്ല രീതിയിൽ രക്ഷപ്പെട്ടവരുണ്ട്. വലിയ സാമ്പത്തികത്തിലേക്ക് വന്നവരുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതിന് നന്ദിയൊക്കെ പറഞ്ഞ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് അന്ന് നന്ദി പറഞ്ഞ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കൽ പണ്ട് വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് അത് കുറച്ചുകൂടി കാര്യങ്ങൾ, അന്ന് പറയാത്ത കുറച്ചുകൂടി കാര്യങ്ങളൂടെ ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് പിന്നെയും അനുഭവം കിട്ടുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി അതിൻ്റെ രഹസ്യങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. നമ്മൾ യാതൊരു ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല. ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാലക്ഷ്മി വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിങ്ങൾ മഹാലക്ഷ്മിയെ ആകർഷിക്കുന്ന കാര്യങ്ങൾ വയ്ക്കണം. അവിടെ നിന്ന് നിങ്ങൾ സർവമംഗളമംഗല്യെ ജപിക്കുന്നതിനകത്ത് മഹാലക്ഷ്മി സർവ്വദേവതകളും ഉണ്ട്, സർവ്വദേവീഭാവങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് മഹാലക്ഷ്മിയെ വിളിച്ചില്ലേ പോലും സർവമംഗളമംഗല്യെ ജപിക്കുക. ഓം കൃഷ്ണായ നമ ജപിക്കുക. ഭഗവാനെ വിളിക്കുമ്പോൾ അവിടെ ലക്ഷ്മിയും വരും. ശിവോഹം ജപിക്കുക. അവിടെയും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും. വീണ്ടും ഓം കൃഷ്ണായ നമ ജപിക്കുക. അവിടെയും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും. ഇത്രയും ജപിച്ചാൽ മതി. നിങ്ങൾ കൂടുതലൊന്നും ജപിക്കണ്ട. ഇത് ചെയ്യുമ്പോൾ ചെയ്തു നോക്കുക.
വിശ്വാസത്തോടെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ചൊവ്വാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അരി ഇരിപ്പുണ്ടെങ്കിലും ചൊവ്വാഴ്ച 1 കിലോ അരിയും കൂടെ അങ്ങ് മേടിച്ചു, അതിന് പേര് നഷ്ടമൊക്കെ വരട്ടെ. ചൊവ്വാഴ്ച വീട്ടിലോട്ട് കയറ്റി നോക്ക്. ഇത് ഒരു ചൊവ്വാഴ്ച 2 ചൊവ്വാഴ്ച ചെയ്തുകൊണ്ടൊന്നുമല്ല, ഇത് ആവർത്തിച്ച് കഴിയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവും, വലിയ മാറ്റം. ആ വീട്ടിൽ മഹാലക്ഷ്മി വിളയാടും. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് പറഞ്ഞതാണ്. അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആ ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന ആ കുട്ടി ഒരു വർഷത്തേക്ക് 23 ലക്ഷം രൂപ ചിലവാണ്. പല പേപ്പറുകൾ കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അത് എല്ലാ പേപ്പറും കിട്ടി, അത് വിജയിച്ചു. ഒരു കോടി നന്ദിയാണ്. അതെനിക്ക് നല്ല മാർക്കോടെ അവരെനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ആ മെസ്സേജൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഓർമ്മയ്ക്കായിട്ട്. എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയത്തില്ല. ഇത് എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത മെസ്സേജുകളാണ്. അതെപ്പോഴും കിടപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ കളയത്തില്ല. അത് ഞാൻ എപ്പോഴും എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അത് ഞാൻ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളായതുകൊണ്ട് എന്നോട് പറഞ്ഞതേ ഉള്ളൂ വാട്സപ്പിൽ. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് ചെയ്യുന്ന നിമിഷം മുതൽ ചൊവ്വാഴ്ചകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ചൊവ്വാഴ്ചയ്ക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ചൊവ്വാഴ്ച വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ ഒരിക്കലും സമ്പത്തും ഐശ്വര്യം ഒഴിയത്തില്ല. അതൊരു രഹസ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾക്ക് എല്ലാവിധ സാമ്പത്തിക ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇനിയും ചൊവ്വാഴ്ചകൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഒരല്പം പണമെങ്കിലും ആ ദിവസം വീട്ടിൽ സൂക്ഷിക്കണം, ഈ പറഞ്ഞ സ്ഥാനത്ത്. ഇനി നിങ്ങൾക്ക് ഒരല്പം പണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലേ പോലും നിങ്ങളൊരു ഒരു 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 ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങളെ ഉള്ള പോലെ അല്പം പണമെങ്കിലും ചൊവ്വാഴ്ചകളിൽ വീട്ടിൽ സൂക്ഷിക്കുക. അത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് സൂക്ഷിക്കുക. അതൊരു ഒരു ഒരു പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞോ ഒക്കെ വേണം വയ്ക്കാൻ. അപ്പോഴാണ് ഒരു ഫലമായിട്ട് വരുന്നത്. ഇതിങ്ങനെ ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട് ശരിക്കും കുടിൽ കൊട്ടാരമാവും. നിങ്ങളുടെ സാമ്പത്തിക അട്ടിമുടി മാറും വിശ്വാസത്തോടെ ചെയ്താൽ. കാരണം നമ്മൾ പണം കൊടുക്കുന്നതിലും നമ്മൾ മേടിക്കുന്നതിലും നമ്മളുടെ മനസ്സും നമ്മളുടെ ശ്വാസവും നമ്മുടെ ബോധവും ഈ പ്രപഞ്ചവുമായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. അതിലൂടെയാണ് നമ്മളിലേക്ക് പുതിയ ആശയങ്ങൾ, നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നത്. ഈ അവസരങ്ങൾ തന്നെയാണ് വരുമാനം. പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ. നമ്മളുടെ ബോധം അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസം അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ ഇതൊക്കെ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ, പ്രപഞ്ചബോധവുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളിലേക്ക് ധനം വരാനുള്ള അവസരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ സമ്പന്നരെന്ന്. അതിന് ചില രഹസ്യമായ കാര്യങ്ങൾ, ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനെ കൂട്ടാനുള്ള ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിയുമ്പോൾ അത് സംഭവിക്കും. അല്ലാതെ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ജീവിതം പാഴാകും, സമയം കളയാന്നുള്ളേ ഉള്ളൂ. ചുമ്മാ കുറേ കാര്യം. ഒരു കാര്യം കേട്ടാൽ നിങ്ങൾക്കറിയാം, അത് ചെയ്തിട്ട് ഒരു പറയുന്നവനും ചെയ്യുന്നവനും അറിയാം പൊട്ടത്തരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകരുത്. നല്ല കാര്യങ്ങളുടെ പുറകെ പോകണം. അതാര് പറഞ്ഞാലും, ഞാനെന്നല്ല ആര് പറഞ്ഞു, നിങ്ങളൂടെ ചിന്തിക്കണം. ഇതൊക്കെ നല്ല കാര്യങ്ങൾ, ഇത് ചെയ്തുകൊണ്ടൊന്നും ഒരു ദോഷം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിയും ചിന്തിക്കുക, എടാ ഇന്ന കാര്യം അത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, ചെയ്ത് നോക്കാം. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക. അല്ല ഞാനെന്നല്ല ആര് പറഞ്ഞാലും തള്ളിക്കളയുക. ഇത് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയുക. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളുക. എനിക്കതിനകത്ത് ഒരു വിരോധമില്ല, ഞാനെന്നല്ല ആരുടെയാണെങ്കിലും. അപ്പം ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത്, അതുകൊണ്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ. അത് എനിക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അതുപോലെ എനിക്ക് നിരവധി അനുഭവങ്ങളുണ്ട്, ധനം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചെയ്തവർക്കൊക്കെ ശരിയായ രീതിയിൽ. അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ഭാഗം. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ ഒരു വഴി വെച്ചാണ് ഒരു വ്യക്തിയെ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മോനെ ഗൾഫിലാണ്, ആ പയ്യൻ പോയോണ്ടാണ് ഒരു രക്ഷപ്പെട്ടത്. അപ്പോൾ ആ വീടിൻ്റെ അത്താണിയാണ് പയ്യനിപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പം കമ്പനി പറഞ്ഞു വിടും, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അവർ പറഞ്ഞു, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഗ്രഹനില എടുത്തു നോക്കി. അപ്പം പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക്
അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉപാസനയിൽ നിന്നായിരിക്കാം. പെട്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഈ ചന്ദ്രൻ്റെ സ്ഥിതി നോക്കി മറ്റു ചില കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇവൻ്റെ ഒരു അവസ്ഥ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു കാര്യങ്ങൾ മനസ്സിൽ ചില കാര്യങ്ങൾ തെളിഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞ പരിഹാരം, ഒരു പേപ്പർ എടുത്ത് പരിഹാരം എഴുതി കൊടുത്തു. അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ്, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ്. ഇദ്ദേഹം വളരെ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, അയ്യോ ഇത്രയും മതിയോ, ഇത് ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയും മോൻ്റെ അവസ്ഥയും ഇപ്പോഴത്തെ സമയവും ഒക്കെ മനസ്സിലായി. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും. പണ്ട് ഫേസ്ബുക്കിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഒരേ സമയം 100 കണക്കിന് ഗ്രഹനിലകൾ ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ അന്നെല്ലാം ആളുകൾ താഴെ മെസ്സേജ് ചെയ്യും. എൻ്റെ പരിപാടി മുഴുവൻ ഇതിനെല്ലാം മറുപടി കൊടുക്കുക. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് സമയം പോയി. അന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജോലി പോകുന്നൊരവസ്ഥയായപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തി. അതുകൊണ്ട് എനിക്കിപ്പോൾ മെസ്സേജിന് ഞാനങ്ങനെ ആ ഫേസ്ബുക്കിലെ പരിപാടി നിർത്തി. പിന്നെ മെസ്സേജുകൾക്ക് അങ്ങനെ മറുപടി ഇപ്പം കൊടുക്കാറില്ല. വാട്സപ്പിൽ ആവശ്യമുള്ളവർ ഇടുക, അത് സമയമുണ്ടെങ്കിൽ മറുപടി കൊടുക്കും. പിന്നെ നോക്കാവുന്നവർക്ക് അതൊരു ഡേറ്റ് കൊടുക്കും, അങ്ങനെയുള്ളൂ. അപ്പോൾ അങ്ങനെ 100 കണക്കിന് ഗ്രഹനിലകൾ അന്ന് നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് മിനിറ്റ് വെച്ച് ഞാൻ നോക്കി അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ആ ഗ്രഹനില അനുസരിച്ച്. അപ്പം ഇദ്ദേഹം വളരെ അതിശയത്തോട് ചോദിച്ചു, ഇത് വല്ലതും ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ? ഞാൻ പറഞ്ഞ എല്ലാം എനിക്ക് മനസ്സിലായി, ഇതൊന്ന് ചെയ്താട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിനോട് പറഞ്ഞ് ഞാൻ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അമ്പലത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ തിരുമേനി പറയും അതല്ല ഇങ്ങനെ ചെയ്താൽ മതി. അതല്ല, എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന ഗ്രഹം ഇന്ന രീതിയിൽ നിൽക്കുന്നു, അത് ഇന്ന കാര്യം ഇന്ന ദിവസം ചെയ്യണം. അത് എൻ്റെ മനസ്സിലൊരു വിഷനുണ്ട്, എൻ്റെ മനസ്സിലൊരു ഉൾക്കാഴ്ചയുണ്ട്, അത് അതുപോലെ ചെയ്യണം. അതുമല്ല ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പല കാര്യങ്ങളും അതിൻ്റെ ഒന്നും പുറകെ പോവുക, ഞാൻ പറഞ്ഞ അതുപോലെ ചെയ്യുക, സാധിക്കുന്ന രീതിയിൽ ആവർത്തിക്കുക, മതി, അത് ശരിയാകും. എനിക്ക് ആ പയ്യൻ റെഡിയാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്, പക്ഷേ പുള്ളി കുറേ നാളായിട്ട് കാണുന്നില്ല. പുള്ളി ഒരു വഴി വന്ന വഴിക്ക് എന്നെ ജസ്റ്റ് കയറി കണ്ടു. അപ്പം ഞാൻ നല്ല തിരക്കിലാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് വഴി. അപ്പം പുള്ളി ഇരുന്ന് എന്നോട് ചോദിച്ചു, ജസ്റ്റ് ഒന്ന് കയ്യിൽ നോക്കി എന്നെ അങ്ങനെ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സുഹൃത്ത് കൈ ഒന്ന് കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തിരക്കിനിടയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ അതുപോലെ അടുത്തൊരു സുഹൃത്താണ്, പക്ഷേ കുറേ നാളായി കണ്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, പുള്ളിക്ക് വീട് കിട്ടും. പുള്ളിക്ക് അറിയേണ്ട പ്രധാന കാര്യം ഇതാ, വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്, ഉണ്ടാക്കാൻ പറ്റും, സംശയമൊന്നും വേണ്ട. അപ്പം വീടിൻ്റെ ഏതൊക്കെ കായിക ഇരിക്കുക. അപ്പം പുള്ളിക്ക് അത് ഒരു വിശ്വാസം തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട് ഉണ്ടായാൽ തന്നെ അതിൻ്റെ പ്രമാണം ഒക്കെ നിങ്ങളുടെ പേരിൽ നിന്ന് ഒരു കാരണവശാലും മറ്റൊരാളിലേക്ക് കഴിവതും കൈമാറ്റം ചെയ്യരുത്. അങ്ങനെ കൈമാറ്റം ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ മോശമാകും. അതിനുള്ളൊരു സാഹചര്യം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. നിങ്ങൾക്ക് സ്വത്തുണ്ടായാലും അത് വേണ്ട രീതിയിൽ അനുഭവിക്കാനൊരു തടസ്സമുണ്ട്. പുള്ളി പറഞ്ഞില്ല, ഞാനത് ശ്രദ്ധിച്ചോളാം, എന്തായാലും ഞാനത് ആരുടെയും പേര് കൈമാറ്റം ചെയ്യത്തില്ല. അപ്പോൾ അത് പുള്ളിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. പുള്ളിയുടെ ആയുർരേഖ ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ കടന്നുപോയി. അതിലെ കൂടി ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അസുഖം അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഇപ്പം വരുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും രേഖയിൽ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്ന് പറയുന്നേ ഉള്ളൂ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പെട്ടെന്നൊരു അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സഡൻ ആക്സിഡൻറ്റ് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇദ്ദേഹം വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വലിയ ബസ്സിൻ്റെയോ അല്ലെങ്കിൽ വലിയ ലോറിയുടെയൊക്കെ പുറകെ അല്ലെങ്കിൽ പോകുമ്പോൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഇടിക്കുന്ന പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ രേഖ പരിശോധിച്ചതിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സഡനായിട്ട് നട്ടലിനൊക്കെ ഒരു ക്ഷതമേറ്റ് ചിലപ്പം കുറച്ച് നാൾ ഒരു വയ്യാതെ കിടക്കാനുള്ള ഒരു സാധ്യത, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈശ്വരനൊന്നുമല്ല, ചെറിയ സാധ്യതകൾ പറയുന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ, ദോഷം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കിടപ്പ് കുറച്ച് നാളാകാനുള്ളൊരു സാധ്യത ഞാനിത് കണ്ടു. അങ്ങനെ സംഭവിക്കണം ഒരു നിർബന്ധമില്ല കേട്ടോ, ശ്രദ്ധിച്ച് ഒഴിവാക്കാന്നുള്ള കാര്യമുള്ളൂ. ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞാൻ ഈശ്വരനുമല്ല, ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ ശ്രദ്ധിച്ചാലായിരിക്കും. പുള്ളി പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. പലപ്പോഴും ഈ ലോറിയുടെ അല്ലെങ്കിൽ ബസ്സിൻ്റെ പുറകെ പോകുമ്പോൾ പുറകു ഭാഗം ചിലപ്പോൾ വണ്ടിയായിട്ട് തട്ടേണ്ട ചില സാഹചര്യങ്ങൾ പോലെ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. അത് സംഭവം ശരിയാണ്. ഞാൻ പറഞ്ഞു, ഇനി മുതൽ
നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക, ഒരു കുഴപ്പമില്ല. പുള്ളി പറഞ്ഞു എനിക്ക് വിശ്വാസമാണ്, ഞാനിനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞ വാക്ക് കേട്ടവർക്കാർക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് ഒരു കൈരേഖ നോക്കാം, അന്ന് ഞാൻ നേരിട്ട് നോക്കുന്നുണ്ട്, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്, ഇപ്പോൾ വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കൈരേഖ നോക്കിയാൽ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളത്തിലെങ്ങാനും പോയി പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി ഇവിടെ അടുത്ത് വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ, ഞാൻ ആ രേഖ നോക്കിയല്ലേ പറയുന്നത്. അപ്പം കുളത്തിലിറങ്ങി കുളിച്ചപ്പം പുള്ളി താഴ്ന്നു പോയി, വള്ളിയിലാണ്ട് കാല് ചുറ്റി ഒരു മരണത്തിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ പുള്ളി രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അത് കുളത്തിലുള്ള കുളി അങ്ങ് ഒഴിവാക്കുക, കുളത്തിലോ ആറ്റിലൊക്കെ പോയി കുളിക്കുന്ന ഒരു സ്വഭാവം ഇങ്ങാർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനത് ചെയ്യുന്നില്ല. ഇന്നും പുള്ളി മിടുക്കനായിട്ട് ജീവിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ, ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ സാധ്യതകളാണ്, ചില സാധ്യതകളാണ്, അത് അങ്ങനെ സംഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഗൈഡ് ലൈൻസാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇന്ന കാര്യം ശ്രദ്ധിക്കുന്ന അത് നല്ലതാണ്, പക്ഷേ അങ്ങനെ അതിന് സംഭവിക്കണമെന്ന് അതിന് അർത്ഥമില്ല. കാരണം നമ്മൾ ഈശ്വരനല്ല. ചില പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ചില അനലൈസ് ചെയ്യുകയാണ്. ഗൈഡ് ലൈൻസ് നമ്മളതിനെ ഗൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു റോഡുണ്ട്, ആ റോഡിൽ ഇന്ന ഭാഗത്തൊരു കുഴിയുണ്ട്, മാറിപ്പോകണമെന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന പോലെ നമ്മൾ ആ രേഖയിൽ കാണുന്ന ചില സൂചനകൾ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ കാണുന്ന സൂചനകൾക്കനുസരിച്ച് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. പുള്ളി ഇപ്പോഴും മെടുക്കനായിട്ട് ജീവിച്ചിട്ടുണ്ട്, അത്ര വർഷങ്ങൾ കഴിഞ്ഞു. പുള്ളി പിന്നെ ആറ്റിലൊന്നും കുളിക്കാൻ പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ വാക്ക് അത് തള്ളിക്കളയാറില്ല. അത് ആരാണെന്ന് പറഞ്ഞാലും അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ നല്ല കാര്യമേ പറയത്തുള്ളൂ. അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ടാണ്, അല്ല മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ അത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു, ഇന്നൊരു കുഴപ്പമില്ല. അങ്ങനെ എത്ര ജീവിതങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങളുടെ പുറകെയൊക്കെ പോയാൽ വെറുതെ സമയം പോകും, ജീവിതം വേസ്റ്റാകും എന്നല്ലാതെ ഒരു ഫലവുമില്ല. ഞാനെന്നല്ല, ധാരാളം ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്ന, ആര് നല്ല കാര്യം പറഞ്ഞാലും, ഒരു കുട്ടിയാണെങ്കിൽ പോലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം. എത്ര വലിയ ആളുകളാണെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യരുത്. ആരും ആയിക്കോട്ടെ, പിന്നെ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ബുദ്ധിക്ക് യുക്തിക്കും ചിന്തിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ അക്സെപ്റ്റ് ചെയ്യുക. അത് ഞാൻ പറയുന്നതാണെങ്കിലും ആര് പറയുന്നതാണെങ്കിലും എനിക്ക് 100% ബോധ്യമുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം, അത് നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം ആവശ്യമുള്ള ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്. എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് നാളത്തെ ദിവസം ഗുരുവായൂർ ഏകാദശിയാണ്. ഞാൻ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് ഓം നമോ ഭഗവതേ വാസുദേവായുടെ മന്ത്രത്തെക്കുറിച്ച് ഒരു രഹസ്യവിദ്യ പറഞ്ഞു തന്നു. ഏതായാലും കൊള്ളാം. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആളുകൾ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് വിഷമം തോന്നി, പിന്നെയും വിചാരിച്ചു അതൊക്കെ ഭഗവാൻ തീരുമാനിക്കട്ടെ. എന്തായാലും കൊള്ളാം. ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചതേ ഉള്ളൂ, നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ നിങ്ങൾ ഭഗവാനെ വിളിക്കുക, വഴിപാടുകൾ ചെയ്യുക. ഞാൻ ആ വീഡിയോയ്ക്ക് അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അധികം ആളുകൾ കാണാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെങ്കിലും വിളിക്കുമെങ്കിലും ചെയ്യുക, ഒന്ന് സ്മരിക്കുകയെങ്കിലും ചെയ്യുക, അതിൻ്റെ ഗുണമുണ്ടാകും. പിന്നെ പറ്റുന്നവർ അവർക്ക് ഗുരുവായൂർ പോകാൻ പറ്റുന്നവർ പോവുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. വിശദമായിട്ട് ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏതായാലും ഞാനൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഗുണമുണ്ടാകുന്ന കാര്യം. ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ഡിസംബർ 10 2024. നാളെ ഡിസംബർ 11. അപ്പോൾ നാളെയാണ് ഗുരുവായൂർ ഏകാദശി. അപ്പോൾ ആ വീഡിയോ ആവശ്യമുള്ളവർ കാണുക, ആവശ്യമുള്ളവർ കണ്ടാൽ മതി കേട്ടോ. അത് ഞാൻ കാണാൻ വേണ്ടി പറയുന്നൊന്നുമില്ല, ഞാനങ്ങനെ ഒരു കാര്യം പറയാറില്ല. നമ്മൾ ദൈവത്തെ സമർപ്പിച്ച് ചെയ്യുന്നു, ആവശ്യമുള്ളവർ കാണും, അല്ലാത്തൊരു. അപ്പോൾ ഇന്ന് മറ്റൊരു മെസ്സേജ് കണ്ടായിരുന്നു വാട്സാപ്പിൽ. 10 സെൻറ്റ് സ്ഥലം ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് വിറ്റുപോയത്. ആ മെസ്സേജ് എല്ലാവരും വാട്സാപ്പിൽ കിടപ്പുണ്ട്. ആ മെസ്സേജുകളൊന്നും ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കും, സന്തോഷത്തിന് വേണ്ടി. കാരണം നമുക്ക് ഒരാളുടെ ജീവിതം മാറി, നമ്മളൊരു കാര്യം പറഞ്ഞു, അങ്ങനെയൊക്കെ എല്ലാം കുറേ മെസ്സേജുകൾ ഞാൻ ഇതുപോലെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കും, അത് ഡിലീറ്റ് ചെയ്യാറില്ല. അപ്പോൾ അത്
ഒരു ജീവിതം രക്ഷപ്പെട്ട കാര്യമാണ്. 10 സെൻറ്റ് സ്ഥലം വിറ്റുപോയി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ കേൾക്കുമ്പോൾ അറിയില്ല, അത് ആ കാര്യങ്ങൾ ചെയ്താൽ വീഡിയോ കണ്ടിട്ട് ചെയ്താൽ കേട്ടോ. വിൽക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്നാ ചിലവ് വരും? അപ്പോൾ ഒരാളൊരു സ്ഥലം വിൽക്കുന്നെങ്കിൽ അതിന് നിവൃത്തികേടുകൊണ്ടാണ്. ചിലപ്പം പിള്ളേരെ കെട്ടിക്കണമായിരിക്കും, അല്ലെങ്കിൽ കടം കാണും, നിവൃത്തികേടുകൊണ്ടാണ്. അപ്പോൾ അത് ഈ പറയുന്ന ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ അവർക്കത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്നെയാണ് ആ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ തന്നെ ഒരു കയ്യൊപ്പുള്ള, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ കൃപയുള്ളതുകൊണ്ടാണ്. അത് എനിക്ക് യാതൊരു കഴിവല്ല, ഈശ്വരൻ്റെ മഹത്വം. നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.